ഹലോ മക്കളെ, അപ്പോൾ ഫിസിക്സിലെ ചാപ്റ്റർ 5ൻ്റെ ഒരു അടിച്ചപൊളി റിവിഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. വളരെ പെട്ടെന്ന് പഠിക്കാനുള്ള സാധനങ്ങൾ ഇവിടെ ഇരുന്നാണ് പഠിക്കുക കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഹെഡിങ് വൈസ് ആയിട്ട് മനസ്സിൽ കയറ്റി വെക്കുന്നു. സോ ഫസ്റ്റ് ഹെഡിങ് കയറ്റി വെച്ചോ. ചാപ്റ്ററിൻ്റെ ഹെഡിങ് തന്നെ, ദാറ്റ് ഈസ് വൈദ്യോർജ്ജം, ഉപയോഗവും സംരക്ഷണവും, ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ എനർജി കൺസപ്ഷൻ ആൻഡ് കൺസർവേഷൻ. പഠിച്ചല്ലോ. ദെൻ ഫസ്റ്റ് ടോപ്പിക്ക് നോക്കാം. ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനാണ് ആദ്യം കേട്ടോ, ഒരു തുടക്കം കേട്ടോ. തുടക്കത്തിൽ അവർ പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ്. സോ നത്തിങ്, ഒന്നുമില്ല. വീട്ടിലുള്ള കുറച്ച് ഉപകരണത്തിലുള്ള എനർജി ചേഞ്ച്, ഊർജ്ജമാറ്റം നമുക്ക് അറിഞ്ഞിരിക്കണം. മിക്സി എന്താ? മിക്സിൻ്റെ പരിപാടി എന്താ? ഇലക്ട്രിക് കെറ്റിൽ അല്ലേ? കെറ്റിലാണ് ആദ്യം പറയുന്നത്, വെള്ളം ചൂടാക്കാൻ. അപ്പോൾ എന്ത് ചെയ്യുന്നു? വൈദ്യോർജ്ജം അവിടെ താപോർജ്ജമായി മാറുന്നു. അപ്പോൾ വൈദ്യോർജ്ജം താപോർജ്ജമായി മാറുന്നതിൻ്റെ ആ പരിപാടിനെ താപഫലം എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ മിക്സി അല്ലേ? മിക്സി എന്താ ചെയ്യണേ? വൈദ്യോർജ്ജത്തെ മെക്കാനിക്കൽ എനർജി, ദാറ്റ് ഈസ് ഇലക്ട്രിസിറ്റി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു മെക്കാനിക്കൽ എനർജി അല്ലേ? വൈദ്യോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നത് അല്ലേ? യാന്ത്രികോർജ്ജമല്ലേ മാറ്റുന്നേ. ഓക്കെ. ദെൻ മൂന്നാമത് ഇലക്ട്രിക് അയൺ, നമ്മുടെ ഇസ്തിരി പെട്ടി, തേപ്പ് പെട്ടി എന്താണ്? എഗെയിൻ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഹീറ്റ് എനർജി. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക, വൈദ്യുതോർജ്ജം എന്തായിട്ടാണോ മാറ്റുന്നത് അതിനാണ് എന്ത് പറയുക? അതിൻ്റെ ഫലം എന്ന് നമ്മൾ പറയാം, ദാറ്റ് ഈസ് എഫക്റ്റ്. മനസ്സിലായല്ലോ? എക്സാമ്പിൾ, വൈദ്യുതോർജ്ജം താപോർജ്ജം ആക്കി മാറ്റുന്നു, ഹീറ്റ് എനർജി ആക്കി മാറ്റുന്നു. അതിനെയാണ് വൈദ്യുതിയുടെ താപഫലം എന്ന് പറയുന്നത്. അതിനാണ് വൈദ്യുതിയുടെ താപഫലം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ പഠിക്കാനുള്ളത് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം തന്നെയാണ്. മക്കളെ ശ്രദ്ധിക്കുക, വൈദ്യുതി ഓരോടത്തു കൂടെ കടന്നു പോകുമ്പോൾ ആ സാധനം ചൂടാവൂലേ? യെസ്. വൈദ്യുതോർജ്ജം പ്രധാനമായും താപോർജ്ജമായി മാറുന്നതാണ് വൈദ്യുതിയുടെ താപഫലം. ഇത് പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് വൈദ്യുത താപന ഉപകരണങ്ങൾ. പഠിക്കാനൊന്നുമില്ല, മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ദി കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി മെയിൻലി ഇൻ ടു ഹീറ്റ് എനർജി ഈസ് ദി ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്ലയൻസസ് ദാറ്റ് യൂട്ടിലൈസ് ദീസ് എഫക്റ്റ് ആർ ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസ്. ഒന്നും പഠിക്കാനല്ല, മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് പേജ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഒരു കമ്പിയിലൂടെ, ഒരു ചാലകത്തിലൂടെ കറണ്ട് കടന്നു പോകുമ്പോഴേ ചൂടാവൂലേ? അങ്ങനെ ചൂടാവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ജൂൾ ഹീറ്റിംഗ് അഥവാ ഓമിക് ഹീറ്റിംഗ് എന്നൊക്കെ പറയും കേട്ടോ. ഒന്നും പഠിക്കാനൊന്നും ചോദിക്കൂല കേട്ടോ. അങ്ങനെ എല്ലാ ഉപകരണങ്ങളും അങ്ങനെ ചൂടാക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും, അയാൾ വിളിക്കുന്ന പേരാണ് ഹീറ്റിംഗ് എലമെൻറ്റ് എന്ന് പറയും കേട്ടോ. ചൂടാക്കുന്ന എലമെൻറ്റ്. അപ്പോൾ ഇസ്തിരിപ്പെട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊളിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു സാധനം ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റ്. അതാണ് നിക്രോം കേട്ടോ. ഓക്കെ, യെസ്. ദെൻ അപ്പോൾ അത് കൂടുതലൊന്നുമില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാനാണ്. പൗസ് ചെയ്തിട്ട് എന്ത് വായിച്ചോക്കാം, സമയമില്ലാത്തവന് സ്പീഡിൽ വിടുകയാണ് കേട്ടോ. ഓക്കെ, ഫാസ്റ്റ് റിവിഷൻ അല്ലേ കേട്ടോ. ഓക്കെ, ഇത് പഠിച്ച മക്കൾ, നിക്രോമിൻ്റെ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് മക്കളെ നിക്രോം ഉപയോഗിക്കുന്നത് പഠിച്ചോ. ഉയർന്ന ഓക്സിഡേഷൻ പ്രതിരോധം, അതായത് ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ്. അത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഈ നിക്രോമേ കുറേ നേരം ചൂടായ കത്തിപ്പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് അതിനെ പ്രതിരോധിക്കണം. ഇത് ചുട്ട് പഴുത്ത് ചോന്ന് കുറേ നേരം നിൽക്കും. അപ്പോൾ ഉയർന്ന ഓക്സിഡേഷൻ പ്രതിരോധം ഉണ്ട് കേട്ടോ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഈ സാധനം കത്തിപ്പോവുക കേട്ടോ. സിമ്പിളായിട്ട് പറയണം കേട്ടോ. ഓക്കെ, സിമ്പിളായിട്ട് പറയണമെങ്കിൽ കത്തിപ്പോവുക. അങ്ങനെ കത്തിപ്പോകാൻ പാടില്ല. ഓക്കെ. ദെൻ 2, ഉയർന്ന താപനിലയിൽ ഒരു വസ്തുവിന് ഓക്സിജനുമായി മറ്റു ഓക്സീകരണമായോ സമ്പർക്കത്തിൽ ഫലമായോ നാശത്തെ പ്രതിരോധിക്കാനുള്ള കഴിവുള്ള ഓക്സിഡേഷൻ പ്രതിരോധം ഞാൻ പറഞ്ഞു അതന്നെ കേട്ടോ. അടുത്ത്, ചുട്ടുപഴുത്ത അവസ്ഥയിൽ ദീർഘനേരം താപോർജ്ജം നൽകാനുള്ള കഴിവ്, എബിലിറ്റി ടു പ്രൊവൈഡ് ഹീറ്റ് എനർജി ഫോർ എ ലോങ് ടൈം ഇൻ എ റെഡ് ഹോട്ട് സ്റ്റേറ്റ്, ഹൈ റെസിസ്റ്റിവിറ്റി കേട്ടോ, ഉയർന്ന റെസിസ്റ്റിവിറ്റി. ഇതൊക്കെ പഠിച്ചു വെക്കുക. ഇത് പഠിച്ചോ എന്ന് ചോദിക്കും കേട്ടോ. ദെൻ നെക്സ്റ്റ്, എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്? ശ്രദ്ധിക്കുക. നമ്മൾ റെസിസ്റ്റൻസ് നമ്മൾ R എന്നാണ് വിളിക്കുക കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക. ചാലകത്തിൻ്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ചാലകത്തിൻ്റെ നീളം. ഓക്കെ, അതുപോലെ തന്നെ പരപ്പളവ് നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ അതിൻ്റെ സ്വഭാവം. ഓക്കെ, ഈ ഘടകങ്ങളുമായി പ്രതിരോധത്തെ ബന്ധം സൂചിപ്പിക്കുന്ന സമവാക്യമാണ് R=ρL/A. ശ്രദ്ധിക്കുക, ρL/A. നമുക്കറിയാം പ്രതിരോധം. ശ്രദ്ധിക്കുക കേട്ടോ. റെസിസ്റ്റൻസ് R എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്തിന്? ലെങ്ത്തിന്, നീളത്തിന്. അതുപോലെ തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ Aക്ക്, ദാറ്റ് ഈസ് അതിൻ്റെ ഛേദതല പരപ്പളവ്, അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കേട്ടോ. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറിയിട്ട് വരുന്ന ആ കോൺസ്റ്റൻറ്റ് നമ്മൾ എന്ത് പറയുക? റോ എന്ന് പറയാം കേട്ടോ. R=ρL/A. ഓക്കെ ആണോ? എൻ്റെ തലിൻ്റെ മുകളിലായി പോയില്ലേ. ഓക്കെ, ജസ്റ്റ് ഒന്നുമില്ല. R=ρL/A കേട്ടോ. അതിൽ ആ റോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് പോസ് ചെയ്ത് മലയാളികൾ ഇതൊന്ന് വായിച്ചു നോക്കുക. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ വൈദ്യുതി കടത്തിവിടാനുള്ള ഒരു പദാർത്ഥത്തിന് കഴിവാണ് കണ്ടക്ടിവിറ്റി. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ ആൾറെഡി 9 പഠിച്ചുവാണ് ഞാൻ സ്പീഡിൽ വിടുന്നത് കേട്ടോ. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം. ഇതൊന്ന് പോസ് ചെയ്ത് വായിച്ച് നോക്കുക കേട്ടോ. നെക്സ്റ്റ്, ജൂൾ നിയമമാണ് അതിൽ പഠിക്കാനുള്ളത് കേട്ടോ. ജൂൾ നിയമത്തിൽ എന്താ പഠിക്കേണ്ടത്? ഓക്കെ, നമ്മൾ പഠിച്ചു. ജൂൾ നിയമം ഒന്നും പഠിക്കാതെ H=I²RT പഠിച്ചാൽ മതി. ഓക്കെ, I²RT പറയുന്ന കാര്യം തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
ഇവിടെ പോസ് ചെയ്ത് ഇവിടെ ഐ സ്ക്വയർ ആയിട്ട് ഇക്വേഷൻ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഡെഫിനിഷൻ പഠിക്കുക. ഞാൻ ഡെഫിനിഷൻ പറയുന്നില്ല, പോസ് ചെയ്ത് വായിക്കുക കേട്ടോ. എച്ച് ഇസിക്കൽ ഐ സ്ക്വയർ ആർ ടി, ജൂൾ നിയമത്തിൻ്റെ മറ്റ് ഇക്വേഷൻ എന്തൊക്കെയാണ്? എച്ച് ഇസിക്കല്ലോ വി സ്ക്വയർ ടി ബൈ അവിടെ ചെയ്തില്ല, ഞാനിവിടെ എഴുതാം. 3 ഇക്വേഷനാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, എവിടെയാണ് നമ്മൾ ഇറേസർ നിന്ന് ചെറുതാക്കി വൃത്തിയിൽ എഴുതട്ടെ. ഇറേസർ പെട്ടെന്ന് വായിക്കൂ. ഓക്കെ, കമോൺ. യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. സമയമല്ല. എച്ച് ഈസിക്കൽ ടു ഐ സ്ക്വയർ ആർ ടി പഠിച്ചു കഴിഞ്ഞു. ദെൻ എച്ച് ഈസിക്കൽ ടു വി സ്ക്വയർ ടി ബൈ ആർ ഒപ്പം പഠിക്കുക കേട്ടോ. എച്ച് ഈസിക്കൽ ടു വിറ്റ് വി ഐ ടി. 3 ഇക്വേഷൻ അറിയാതെ മുന്നോട്ട് പോകരുത്. ഇവിടെ പോസ് ചെയ്ത് ഇവിടെ പഠിക്കുക കേട്ടോ. ആ ജൂൾ നിയമത്തിൻ്റെ പ്രസ്താവന അവിടെ പഠിക്കുക. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ള വൈദ്യുതിയുടെ പവറാണ് മക്കളെ. പവർ നമ്മൾ പഠിച്ചതാണ്. ഒരു വൈദ്യുതോപകരണം യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവാണ് പവർ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. പവർ ഈസ് ദി ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ ബൈ an electrical appliance per unit time. ഓക്കെ, യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് കേട്ടോ. ഓക്കെ, 1 സെക്കൻഡിൽ ഒരു ഉപകരണം ചെയ്യുന്ന വർക്കിൻ്റെ അളവിനെ അല്ലെങ്കിൽ അത് കൺസ്യൂം ചെയ്യുന്ന എനർജി, ഇലക്ട്രിക്കൽ എനർജി എത്രയാണോ 2 സെയിമാന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഒരാൾ 500 ജൂൾ വർക്ക് ചെയ്യണമെങ്കിൽ 500 ജൂൾ എനർജിയാണ് കൺസ്യൂം ചെയ്തതായിട്ട് നമ്മൾ പരിഗണിക്കുക ഫിസിക്സിൽ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ പവറിൻ്റെ ഇക്വേഷൻസ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. പവർ ഈസിക്കൽ ടു ഒന്ന് ഐ സ്ക്വയർ ആർ, പവർ ഈസിക്കൽ ടു വി സ്ക്വയർ ബൈ ആർ, പവർ ഈസിക്കൽ ടു വി ഐ. ഈ 3 ഇക്വേഷൻസ് പഠിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് അവിടെ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ പോസ് ചെയ്തിട്ട് ഞാൻ മാറിത്തരാം. ഇവിടെ പോസ് ചെയ്തിട്ട് ഇപ്പം തന്നെ ഈ 3 ഇക്വേഷൻ പഠിച്ചിട്ട് മുന്നോട്ട് പോവുക. ദെൻ നെക്സ്റ്റ് പഠിക്കാനുള്ളത് വാട്ട് അവർ മീറ്റർ ആണ് മക്കളെ. നമ്മളെ ഷോർട്ടായിട്ട് പറയുന്നത് കേട്ടോ. വാട്ട് അവർ മീറ്റർ നമ്മൾ എന്താ പഠിച്ചത്? വാട്ടർ മീറ്ററിൽ പഠിക്കാനുള്ളത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മളെ വീട്ടിലുള്ള വൈദ്യുതിയുടെ അളവിനെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ട് അവർ യൂണിറ്റ് മീറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഓക്കെ, വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജത്തിൻ്റെ അളവ് നമുക്ക് ഓക്കെ, നിങ്ങൾ പോസ് ചെയ്ത് നിങ്ങൾ വായിക്കട്ടോ. ടെക്സ്റ്റ് ഒപ്പം വെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ വളരെ സ്പീഡിൽ വിടണം കേട്ടോ. ഓക്കെ, യെസ്, ടെക്സ്റ്റ് ഒപ്പം വെക്കണം. ടെക്സ്റ്റ് എടുത്തിട്ട് ഇത് വായിച്ച് നോക്കുക. നമ്മൾ ആൾറെഡി പഠിച്ചതാണ് കേട്ടോ. ഒന്നുമില്ല, ഇതിലൊന്നും മനസ്സിലാവാത്ത ഒന്നുമില്ല. അതിന് യൂണിറ്റ് ഒക്കെയാണ് പറയുന്നത് കേട്ടോ. കിലോ വാട്ട് അവർ ആണ് ഇതിൻ്റെ യൂണിറ്റ്. ഇത് വായിച്ച് നോക്കുക. വായിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി. പോസ് ചെയ്യുക, ടെക്സ്റ്റ് എടുക്കുക, ടെക്സ്റ്റ് ഒപ്പം വെച്ചോട്ടോ. ഓക്കെ, ഒപ്പം വെച്ചിട്ട് വായിച്ച് നോക്കുക. ദെൻ ഇവിടെ ആകെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് 1 കിലോ വാട്ട് അവർ എന്നുള്ളത് പഠിക്കണം. അതായത് ശ്രദ്ധിക്കുക, 1000 വാട്ട് പവറുള്ള ഒരു ഫ്രിഡ്ജ്, ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൻ്റെ കഥ പറയല്ലേ. 1000 വാട്ട് പവറുള്ള ഒരു ഉപകരണം 1 മണിക്കൂർ പ്രവർത്തിച്ചാൽ അത് എത്ര വൈദ്യുതോർജ്ജമാണ് ഉപയോഗിക്കുക? അതിനാണ് നമ്മൾ എന്ത് പറയുക? അതിനാണ് നമ്മൾ എന്ത് പറയുക? 1 കിലോ വാട്ട് അവർ എന്ന് നമ്മൾ പറയുക അല്ലേ. ഓക്കെ, ഒറ്റ ഇക്വേഷൻ മാത്രമേ ഇവിടെ പഠിക്കാനുള്ള മക്കളെ. 1 കിലോ വാട്ട് അവറുള്ള വൈദ്യുതോർജ്ജം, ആ ഊർജ്ജത്തെ ഞാൻ ഈ എന്നാ സൂചിപ്പിക്കാം കേട്ടോ. ഈ കാണുന്ന ഇക്വേഷൻ എന്താ? പവർ, ഏത് പവർ? വാട്ടിലുള്ള പവർ ഇൻറ്റു സമയം, മണിക്കൂറിലുള്ള സമയം ബൈ 1000. ഈ ഒരു ഒറ്റ ഇക്വേഷൻ മാത്രം മതി മക്കളെ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിലോ വാട്ട് അവർ, കിലോ വാട്ടിൻ്റെ സിമ്പിൾ പേരെന്താ? യൂണിറ്റ് അല്ലേ. കിലോ വാട്ട് അവർ അല്ലെങ്കിൽ യൂണിറ്റിലുള്ള വൈദ്യുതി കാണാൻ ഈ ഇക്വേഷൻ മതി. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഷുവറാണ്. ഇവിടെ നിങ്ങൾ പോസ് ചെയ്തിട്ട് ചെയ്ത് പഠിക്കേണ്ടത് ടെക്സ്റ്റിലുള്ള ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചെയ്ത് പഠിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി കേട്ടോ. ഓക്കെ, ഞാനിത് വീഡിയോ ഷോർട്ടാക്കാൻ ഉദ്ദേശിച്ചതുകൊണ്ട് ഞാനിത് എന്ത് ചെയ്യില്ല, ഈ ഒരു ക്വസ്റ്റ്യൻ അതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഡൗട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ചോദിക്കാം കേട്ടോ. ഓക്കെ, ദെൻ വീട്ടിലെ വൈദ്യുതോപയോഗം കുറക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം കേട്ടോ. ഇത് വായിച്ചു നോക്കുക. ഇതൊന്നുമില്ല, സിമ്പിളാണ്. മലയാളികൾ ഇവിടെ പോസ് ചെയ്യുക, ഇംഗ്ലീഷ് മീഡിയം ഇവിടെ പോസ് ചെയ്യുക, അപ്പം തന്നെ പഠിക്കുക, സെറ്റാക്കുക കേട്ടോ. ഓക്കെ, ദെൻ ഊർജ്ജ പ്രതിസന്ധി, ഊർജ്ജത്തിൻ്റെ ആവശ്യകതയുടെയും വർധനവും ലഭ്യതയുടെ കുറവാണ് ഊർജ്ജ പ്രതിസന്ധി, നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, യെസ്, അവിടെ നമ്മൾ പഠിച്ചൊരു സാധനമാണ് നമ്മുടെ സോളാർ കേട്ടോ, സൗരോർജ്ജം. ഇത് തിയറിയാണ്, ഇത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, എത്ര പെട്ടെന്ന് ഈ ചാപ്റ്റർ ചുരുക്കാൻ പറ്റും അത്രയും ഞാൻ ഇവിടെ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് വായിച്ച് നോക്കണം. ഓക്കെ, ഇവിടെ ഇംഗ്ലീഷ് മീഡിയം, ഓക്കെ, മലയാളം മീഡിയം ഇവിടെ, ഇംഗ്ലീഷ് മീഡിയം ഇവിടെ, ഇതൊന്ന് വായിച്ച് നോക്കണം. ഓക്കെ, സിമ്പിളാണ്, വായിച്ച് അപ്പം കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ പുരപ്പുറ വൈദ്യുത പദ്ധതി, നമ്മളെ ഗവൺമെൻറ് നടപ്പാക്കിയ പദ്ധതിയാണ് റൂഫ് ടോപ്പ് പവർ പ്രൊജക്റ്റ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, വായിച്ച് നോക്കണം. ഓക്കെ, ഒന്നുമില്ല, പരിസ്ഥിതി മലിനീകരണം കുറക്കാം, സംതിങ് ലൈക്ക് ദാറ്റ്, ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, കാണാതെ പഠിക്കേണ്ട. ദെൻ ലാസ്റ്റ് കാർബൺ ഫുട് പ്രിൻറ്റ് പറഞ്ഞ ടോപ്പിക് ഉണ്ട്, ഇതൊന്ന് പഠിച്ചോ കേട്ടോ. കാർബൺ ഫുട് പ്രിൻറ്റ് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളെ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലേ, നമ്മുടെ എന്താണ് നമ്മുടെ ശ്രദ്ധിക്കുക, ഗ്രീൻ ഹൗസ് ഗ്യാസ് നമ്മളിങ്ങനെ പുറത്ത് കൂട്ടുകൊണ്ടേയിരിക്കുക. അത് മൂലം ചൂട് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, ആഗോളതാപനം കൂടിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസിനെ ശ്രദ്ധിക്കുക, പുറത്തേക്ക് വിടൽ നമ്മൾ എന്ത് ചെയ്യണം, കുറക്കാൻ പരമാവധി എന്ത് ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. അതിനെ പറ്റിയാണ് കാർബൺ ഫുട് പ്രിൻറ്റ് പറയുന്നത്. ശ്രദ്ധിക്കുക, നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ
ടേംസിൽ നമ്മൾ പറയുന്നതിന് എന്താ പറയുക, കാർബൺ പാദമുദ്ര എന്ന് പറയാം. ഓക്കെ, ഇവിടെ പോസ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് വായിച്ച് നോക്കുക. ദെൻ ലാസ്റ്റ് കാർബൺ പാദമുദ്ര കുറക്കാൻ ഉപയോഗിക്കും. നമുക്ക് എന്തെല്ലാം ചെയ്യാം, ഒന്നുമില്ല, ഞാൻ പറയുന്നില്ല, സമയം കൂട്ടുന്നില്ല. ഇവിടെ പോസ് ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒപ്പം വെച്ചോട്ടോ. ടെക്സ്റ്റ് ബുക്ക് വെച്ചാൽ കുറേ സ്ക്രീനിൽ നോട്ട് ഒഴിവാക്കാം. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ വ്യക്തമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ഓക്കെ, ഈ സാധനം പഠിക്കുക, ഇംഗ്ലീഷ് മീഡിയം ഇവിടെയും പഠിക്കുക. ഓക്കെ, സിമ്പിളായിട്ട് 10 മിനിറ്റുള്ള ഫാസ്റ്റ് റിവിഷനാണ് ചെയ്തിട്ടുള്ളത്. മക്കളെ, ഇതിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രോബ്ലംസ് ആണ്. ഏതിൻ്റെ പ്രോബ്ലംസ്? പവർ വെച്ചിൻ്റെ പ്രോബ്ലംസ്. ടെക്സ്റ്റ് ബുക്കിൽ 6-7 പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. ഞാൻ 10 മിനിറ്റ് കൊണ്ട് ഈ ചാപ്റ്റർ ചെയ്യാൻ തീരുന്നത് ചുരുക്കിയിട്ടുണ്ട്. സോ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടുവഴി നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ ഒരു അവയർനെസ് കിട്ടുന്നു, എടുത്ത് പഠിക്കുന്നു. ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഷുവറായിട്ട് നോക്കണം. പ്ലസ് ആ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഓക്കെ, അത് പഠിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.